വിജയുടെ പുതിയ ഉത്തരവ് 717 മദ്യശാലകൾക്ക് പൂട്ടിടുകയാണ്. വിജയുടെ പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ എല്ലാ പ്രഖ്യാപനങ്ങളും നടപ്പാക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ? എല്ലാ പ്രഖ്യാപനങ്ങളും നടപ്പാക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിപ്പോ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നടപ്പാക്കേണ്ടി വരും. കാരണം 3000 രൂപ പെൻഷൻ ആക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ തന്നെ. അതുകൂടാതെ ഡിപ്ലോമയും അതുപോലെ തന്നെ +2 കഴിഞ്ഞിട്ട് ജോലി ഇല്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് 2500 രൂപയും, ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് 4000 രൂപയും, ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഓരോ കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസും, അങ്ങനെ നിരവധി വാഗ്ദാനങ്ങളാണ് കൊടുത്തേക്കുന്നത്. ആ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷെ ഇത് എവിടെ കോംപ്രമൈസ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10 ലക്ഷം കോടി രൂപയുടെ കടമുണ്ട്. ഈ കടം എന്നൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം അത് വേണമെങ്കിൽ സമാഹരിക്കാൻ കഴിയാവുന്ന ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ GDP-യിൽ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് തമിഴ്നാടാണ്. കഴിഞ്ഞ തവണ സ്റ്റാലിന്റെ ഗവൺമെന്റ് ഇരുന്നപ്പോൾ തന്നെ വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ അവിടെ അഴിമതിയില്ലാതെ ടാക്സ് പിരിച്ചെടുക്കാൻ തീരുമാനിച്ചാൽ ഇതൊക്കെ വളരെ പുഷ്പം പോലെ എളുപ്പത്തിൽ നടപ്പാക്കാൻ പറ്റും. കാരണം നമ്മുടെ ഈ നാട്ടിലുള്ള ആളുകൾക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കൊച്ചിൻ കോർപ്പറേഷന്റെ ഒരു തവണത്തെ ബഡ്ജറ്റ് ഒന്ന് 1250 കോടി 1300 കോടിയാണ്. സത്യത്തിൽ വേണമെങ്കിൽ അവർക്കൊരു 2000-2500 കോടി രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയും. മനസ്സിലായി? ഇത് കൃത്യമായി പിരിച്ചെടുക്കാത്തതുകൊണ്ടാണ്. ഞാനിപ്പോ താങ്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു തവണ ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ജ്വല്ലറി, ഞാൻ പേര് പറയുന്നില്ല, അവര് എറണാകുളത്ത് നിന്നുള്ള ഒരു ജ്വല്ലറി കൊടുത്തേക്കുന്നത് ഒരു കൊല്ലം വിറ്റേക്കണെന്ന് പറയുന്നത് 365 ഗ്രാമാണ്, അല്ലെങ്കിൽ 420 ഗ്രാമിനടക്കാണ്, 420 പവനിനടക്കാണ്. ഈ 420 പവൻ എന്ന് പറഞ്ഞാൽ അവർ ഒരു ദിവസം വിൽക്കുന്ന 1 പവനേ ഉള്ളെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായ? അപ്പൊ അത്തരത്തിലാണ് കണക്കുകൾ കൊടുക്കുന്നത്. അപ്പൊ ആ കണക്ക് ഇപ്പൊ ഇതിൽ ഏറ്റവും വലിയ ഞാൻ വേറൊരു കോമഡി താങ്കളോട് പറയാം. നമ്മൾ ഈ കടം ടാക്സ് കേൾക്കുമ്പോഴത്തേക്ക് ഇത് വലിയ പ്രശ്നമാണെന്നൊക്കെ തോന്നുന്നു. ഇതൊന്നും പ്രശ്നമല്ല. ഇപ്പൊ ഈ AP അഹമ്മദ് എന്ന് പറഞ്ഞ മലബാർ ഗോൾഡിന്റെ ഓണർ, മലബാർ ഗോൾഡിന്റെ ഓണർ ഗവൺമെന്റ് ഒരു കത്ത് കൊടുത്തിട്ടുണ്ടായി പിണറായി വിജയൻ. എന്ത് പറയാതറിയോ? ജ്വല്ലറികളിൽ ടാക്സായി പിരിച്ചെടുക്കുന്നത് കേവലം 50,000 കോടി മാത്രമാണ്. ശരിക്കും അവിടെ നിന്ന് 2 ലക്ഷം കോടി പിരിക്കാനുള്ള സാധ്യതയുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആരും തന്നെ ടാക്സ് അടക്കുന്നില്ല. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ടാക്സ് അടക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് മനോവേദനയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് നമ്മളിപ്പോ പെട്ടെന്ന് കേൾക്കുമ്പോ കേരളത്തിൽ 6 ലക്ഷം കോടി രൂപ കടം, ഈ പറയുന്ന 10 ലക്ഷം കോടി രൂപ കടം എന്നൊക്കെ നമുക്ക് തോന്നും. ശരിക്കും കേന്ദ്ര ഗവൺമെന്റ് കടം എനിക്ക് 200 ലക്ഷം കോടി രൂപയിലധികമാണ്. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇക്കാലത്തുള്ള ഒരു പൊളിറ്റിക്സിനെ സംബന്ധിച്ചോളം ഇതൊന്നും നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല. കാരണം തമിഴ്നാട്ടിൽ വലിയ രോഷം ഉണ്ടാവും.